ഗൗതമേ, ശശി തരൂരിന്റെ കാര്യം, ശശി തരൂർ ഏതൊരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയില്ല. ഇനി അദ്ദേഹം അഭിനയിക്കുകയാണോ, ഇനി അദ്ദേഹം എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത വരുന്നില്ല. എന്തായാലും ശശി തരൂർ ഈ BJPക്ക് അനുകൂലമായി നടത്തിയ, മോദിക്ക് അനുകൂലമായി നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് ആകെ പെട്ടുകിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് നാഷണൽ ലെവലിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. ഈ കേരളത്തിലെ ഗവൺമെന്റിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചതും, അതും കേരളത്തിലെ നേതാക്കന്മാർക്ക് ശശി തരൂരിനെ എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്ന സ്ഥിതിയിലേക്കാണ് അവർ നിൽക്കുന്നത്. പക്ഷേ പുറത്താക്കിയാലും പ്രശ്നം, പുറത്താക്കിയില്ലെങ്കിലും പ്രശ്നം എന്ന നിലയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ശശി തരൂർ എന്തോ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു സംശയം ശക്തമാവുകയാണ്. എന്തായിരിക്കും ശശി തരൂരിന്റെ ഉദ്ദേശം? ശശി തരൂർ ഇതൊക്കെ ചെയ്യുന്നത് ബോധപൂർവമായിട്ട് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും വിശ്വപൗരനായിട്ടുള്ള ശശി തരൂർ അല്ലാതെ ഇത്തരം രീതിയിലുള്ളൊരു പ്രതികരണങ്ങളോ, ഏറ്റവും ഒടുവിലത്തെ ഇതെന്ന് പറയുന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. CPM-നെ ഞാൻ CPM-ന്റെ കൂടെയാണ്, എൻ്റെ മനസ്സ് അവരോടൊപ്പമാണ് എന്ന് ബോധിപ്പിക്കുകയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ശശി തരൂർ ചെയ്യുന്നത്. അതിലൂടെ എങ്ങനെയൊക്കെ കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കാൻ സാധിക്കും, അങ്ങനെ ആ പ്രകോപിപ്പിക്കുന്നതിലൂടെ രസം കണ്ടെത്തുകയാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ. ഉള്ളിലിരുന്നു കൊണ്ട് ശശി തരൂർ പൊട്ടിത്തെറിക്കുകയാണ്. കൂടുതൽ പ്രകോപിപ്പിക്കൂ എന്ന് ശശി തരൂർ, പ്രകോപനം ഉണ്ടാവട്ടെ എന്ന് ശശി തരൂർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ശശി തരൂർ ഇപ്പം കടന്നു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവെച്ച ഒരു പോസ്റ്റ് എന്തിനാണ് തിരുത്തേണ്ടതിൻ്റെ ആവശ്യം? അദ്ദേഹം ആദ്യം എഴുതിയ കുറിപ്പ് എന്ന് പറയുന്നത് വളരെ കറക്റ്റായിരുന്നു. CPM നരഭോജികൾ ഇല്ലാതാക്കിയ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ എന്നാണ് ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കാസർഗോഡ് പെരിയയിൽ CPM പ്രവർത്തകർ കൊല ചെയ്ത ഇവരുടെ ഓർമ്മ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത്. പിന്നീട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇത് മാറ്റുകയും മറ്റൊരു രീതിയിലുള്ളൊരു കുറിപ്പുമായിട്ട് വന്നു. അതിൽ CPM എന്ന് പറയുന്ന പരാമർശം എവിടെയുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചത്. അവർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ MP ഓഫീസിന് മുമ്പാകെ ഒരു മാർച്ച് സംഘടിപ്പിക്കാനുള്ള തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഒരു മാർച്ച് സംഘടിപ്പിക്കാനുള്ള വലിയ ചർച്ചകളൊക്കെ ആസൂത്രണം ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് സുധാകരൻ്റെ ഇടപെടലുണ്ടായത്. സുധാകരൻ വിളിച്ചു പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ചു പറയുന്നു, വലിയ ചർച്ചകൾ, അതായത് ഒരു കാരണവശാലും പ്രതിഷേധം ഉണ്ടാവരുത് എന്ന രീതിയിൽ സുധാകരന്റെ ഭാഗത്ത് നിന്ന് മറുപടി വരുന്നു. അതെ, അതിന്റെ ഭാഗത്ത് അതുകൊണ്ട് മാത്രമാണ് അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കാതിരുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശശി തരൂരിനെ താല്പര്യമില്ലാത്ത ഒരുപാട് പ്രവർത്തകർ കോൺഗ്രസിന്റെ അകത്തുണ്ട്, പ്രത്യേകിച്ചും യുവാക്കൾ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഈ പ്രതിഷേധം വരെ അദ്ദേഹത്തിനെതിരെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി കാര്യങ്ങൾ? ശശി തരൂരിന് ഇന്ദിരാഭവനിൽ ഒരു മുറി കൊടുക്കാനായിട്ട് നിരവധി തവണയായിട്ട് ആവശ്യപ്പെട്ടിട്ടും, അദ്ദേഹത്തിൻ്റെ മാനേജർ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടും അത്തരം ഒരു നിർദ്ദേശം KPCC സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അതൃപ്തി ഇതിനിടയിലുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഇദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ളൊരു പ്രവർത്തന ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെയും പൊട്ടൻഷ്യലിനെയും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അംഗീകാരമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ലഭിക്കുന്നില്ല എന്ന പരാതിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ട് പല ഉൾചർച്ചകളിലും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനും വേണ്ട രീതിയിലുള്ളൊരു മാറ്റം സംഭവിക്കുന്നില്ല എന്നതിനൊക്കെ ചൊല്ലിയാണ് ഇപ്പോൾ ശശി തരൂർ ഇത്തരത്തിലുള്ള പ്രതികരണവും ഒക്കെ നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ CPM നരഭോജികൾ എന്ന് പറയുന്ന പ്രയോഗം അദ്ദേഹം തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമാണ് എന്ന് മാത്രമേ കോമൺ സെൻസിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കാരണം എൻ്റെ മനസ്സ് CPM-ൻ്റെ ഒപ്പമാണ്. പിന്നീട് വന്ന പോസ്റ്റിൽ എവിടെയെങ്കിലും CPM എന്ന് പറയുന്ന പരാമർശവും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ നമുക്കതും കൂടി പറയായിരുന്നു, അങ്ങനെ പറയേണ്ട വരില്ലായിരുന്നു, ബോധപൂർവമാണ് എന്നുള്ളത്. പക്ഷെ ഇതങ്ങനെയല്ല. പിന്നീട് വന്ന പോസ്റ്റിൽ യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രയോഗങ്ങളും ഇല്ല. ആദ്യം വന്ന പോസ്റ്റിൽ ഇങ്ങനെയുണ്ട്. അപ്പം എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ CPM-ൻ്റെ കൂടെയാണ്, ഞാൻ കോൺഗ്രസിനൊപ്പമല്ല, കോൺഗ്രസിൽ എനിക്ക് വിശ്വാസമില്ല, കോൺഗ്രസ് ഇനി 2026 അധികാരത്തിൽ വരില്ല എന്നൊരു ബോധം തരൂരിനുണ്ട്. മത്സരിക്കില്ല എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ നേരത്തെ തന്നെ. തെരഞ്ഞെടുപ്പിന് ഇനി ഇല്ല, തിരുവനന്തപുരത്ത് ഞാൻ ഇല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനവും ഇതുമൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇനി മത്സരിക്കാൻ തയ്യാറാകുമോ എന്നൊരു തോന്നൽ ഒരുപക്ഷെ നമുക്കുണ്ടാകാം. തിരുവനന്തപുരത്ത് ഒരു MP-ക്ക് വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ CPM-ൽ നിന്നിട്ട് ഇദ്ദേഹത്തിന് എന്താ കിട്ടാൻ പോകുന്നത്? CPM-ലോട്ട് മാറിയിട്ട് ശശി തരൂരിന് വീണ്ടും ഒരു MP സ്ഥാനം കിട്ടിയിട്ട് എന്താ കാര്യം?
എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുള്ളത്? എം പി ഓൾറെഡി അദ്ദേഹം എം പി ആണ്. ഇനി അടുത്ത പ്രാവശ്യവും എം പി ആയതുകൊണ്ട് എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കാരണം CPM-നകത്ത് നിന്നുകൊണ്ട് ഒരു എം പി ആയിട്ട് ലോക്സഭയിൽ പോയിരുന്നാൽ അദ്ദേഹത്തിന് കിട്ടുന്ന മര്യാദയും മാന്യതയും എത്രത്തോളം ഉണ്ട് നമുക്ക് CPM-നെ പോലെ ഒരു പാർട്ടിയെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് എത്രത്തോളം വിലമതിക്കുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായി പരിശോധിച്ചാൽ നമുക്കറിയാം. ഒരു വലിയ കാര്യമൊന്നും ഇല്ല. നമ്മൾ ഈ മലയാള മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം മാത്രമേ ഉള്ളൂ സത്യത്തിൽ. അങ്ങനെ ഒരു കാര്യം ഈ ശശി തരൂർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തത് CPM-നകത്ത് ഒരു മന്ത്രിയായി നിൽക്കാൻ ഒരു പക്ഷേ അദ്ദേഹം അടുത്തൊരു ഭരണം വന്നാൽ CPM ആണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടും. പക്ഷെ അതും ഒരു വലിയൊരു മന്ത്രിസ്ഥാനം അല്ലാതെ കേവലം ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ശശി തരൂർ ശ്രമിക്കുമെന്ന ഒരു ചിന്ത എനിക്കില്ല. മന്ത്രിസ്ഥാനം മുമ്പിലുണ്ട്. മുമ്പിൽ ഒന്നുകിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനമായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CPM-നകത്ത് നിന്നിട്ട്. പക്ഷെ CPM അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ എന്താ ഒരു ഉറപ്പുള്ളതെന്നില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം CPM അധികാരത്തിൽ വരില്ല 2026 CPM അധികാരത്തിൽ വരില്ല എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? CPM നശിച്ച് നാറാണക്കല്ലിന്റെ വക്കിലെത്തി എന്നുള്ളത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് അണികളാണ്. ഈ അണികൾ ഒറ്റയാളും CPM-ന് വോട്ട് ചെയ്യില്ല. അടിമകൾ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അടിമകളും സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും BJP മെമ്പർമാരും മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. ഒരുപക്ഷെ BJP വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. BJP വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് CPM ഇങ്ങനെ ധൈര്യത്തോടു കൂടി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അടുത്ത തവണയും കൂടി CPM വന്നാൽ മാത്രമാണ് BJPയുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാരണം ഇവിടെ കോൺഗ്രസ് പൊട്ടിത്തകരും, ലീഗ് CPM പക്ഷത്തേക്ക് പോകും, അതോടുകൂടി കോൺഗ്രസ് ഇല്ലാതാവും. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ശക്തമായ നിലയിൽ നിൽക്കാൻ കഴിയുന്നത് പിന്നെ BJP ആണ്. ആൾട്ടർനേറ്റീവ് BJP മാത്രമാണ്. പതുക്കെയെങ്കിലും BJPയിലേക്ക് ആളുകൾ വരും. ഒരു 10 വർഷം കൊണ്ട് BJP പ്രധാന പ്രതിപക്ഷമാവും. ഒരു 15 വർഷം കൊണ്ട് BJP ഭരണതലത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ ഡയറക്റ്റ് ഫൈറ്റിലോട്ട് വരും. ന്യൂനപക്ഷം ഭൂരിപക്ഷം ഡയറക്റ്റ് ഫൈറ്റ്. അപ്പം എന്താവും? ക്രിസ്ത്യൻ ന്യൂനപക്ഷം ആരുടെ കൂടെ ചേരും? ഹിന്ദു വിഭാഗത്തിൻ്റെ കൂടെ മാത്രമേ ക്രിസ്ത്യൻ ന്യൂനപക്ഷം നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒരു വലിയ ഫൈറ്റ് ആവുകയും ഭരണം വരെ BJP പിടിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് മുൻകൂട്ടി കാണുന്നത്. ഇതുകൊണ്ട് തന്നെ CPM-ന് ഒരു ആത്മവിശ്വാസമുണ്ട് അടുത്ത പ്രാവശ്യം കൂടെ വരും എന്നുള്ളത്. പക്ഷേ ഈ BJPയുടെ സാധാരണ അണികളുണ്ടല്ലോ, ഇവർക്കിത് മടുത്തിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ BJPയുടെ അണികൾ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലിട്ട് പോകും. പക്ഷേ BJPയുടെ ഹാർഡ് കോർ പ്രവർത്തകരെ കൊണ്ട് വോട്ട് മാറ്റി ജയിച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ഒരു പക്ഷേ വലിയ CPM-ലേക്ക് അല്ലെങ്കിൽ BJPയിലേക്കോ ശശി തരൂർ പോകുന്ന സാധ്യതകൾ ഉണ്ടാകാം. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? കേന്ദ്രത്തിലേക്ക് പോയാൽ കൂടുതൽ ഗുണം. അതെ, കേന്ദ്രത്തിലേക്കാണ് ശശി തരൂർ പോകുന്നതെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് എന്തായാലും BJP പൊട്ടിക്കാനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യബോധമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്ത്യ മുന്നണി കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ശശി തരൂരിന് ഒരു ഗവർണർ സ്ഥാനം, ഇനി അല്ലെങ്കിൽ ഒരു വിദേശകാര്യമന്ത്രി സ്ഥാനം, ഇനി അതും അല്ലെങ്കിൽ അതിലും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ശശി തരൂരിന് കൊടുത്താൽ നമുക്ക് അത്ഭുതപ്പെടാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ കഴിവിനെ കൃത്യമായിട്ട് BJPയിൽ പോവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അണികൾക്കിടയിൽ തന്നെ BJP പ്രവർത്തകർ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് ഒരു ഉപയോഗവും ഇല്ല കോൺഗ്രസിൽ നിന്നുകൊണ്ട്, എത്രയോ കാലമായല്ലോ ശശി തരൂർ എന്നിട്ട് എന്ത് കിട്ടി, എത്ര വലിയ ഉന്നത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്ഥാനങ്ങളിൽ എത്തി തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു പാർട്ടി മാറ്റം തരൂരിന്റെ ചിന്തകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അത് പാർത്ഥൻ പറഞ്ഞ പോലെ തന്നെ CPM-ൽ പോയിട്ട് എന്താണ് പ്രയോജനം? കാരണം അവര് ഇനി അടുത്ത കാലത്തൊന്നും അധികാരം പിടിക്കില്ല, കേരളത്തിൽ പോലും അധികാരം പിടിക്കില്ല എന്നാണ് പാർത്ഥന്റെ അഭിപ്രായം. 2026 ഇന്ത്യയുടെ കാര്യം പിന്നെ നോക്കണ്ട. BJP സഹായിച്ചില്ലെങ്കിൽ പിടിക്കാൻ പ്രയാസമാണ്. BJPയും CPM-ഉം തമ്മിലുള്ള ഒരു അന്തർധാര വളരെ സജീവമായിട്ട് അന്തർധാര ഉണ്ടായിട്ടൊന്നുമല്ല. BJPക്ക് അന്തർധാര ഉണ്ടായിട്ടൊന്നുമല്ല. BJPക്ക് കളിക്കണമെങ്കിൽ ആര് തകരണം? കോൺഗ്രസ് തകരണം. അതുകൊണ്ട് ആര് നിൽക്കണം? CPM നിൽക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ CPM-നോടുള്ള അപാരമായ സ്നേഹം കൊണ്ടൊന്നുമല്ല. അത് ആര് മനസ്സിലാക്കുന്നില്ല? CPM-ന്റെ അണികൾ പോലും മനസ്സിലാക്കുന്നില്ല. അവർക്ക് എന്താ സംഭവം? അവർക്ക് കിട്ടാനുള്ളത് മാക്സിമം ഊറ്റുക എന്നുള്ളതാണ് ഇപ്പൊ അവരുടെ നിലപാട്. പാവപ്പെട്ട അണികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. CPM-ന്റെ നേതാക്കന്മാർ എന്താ പരിപാടി? കിട്ടാനുള്ളത് മൊത്തം ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത തവണ ഭരണം കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, മാക്സിമം ഊറ്റുക. അടുത്ത ഭരണം കിട്ടിയാലോ അതിലും ഊറ്റുക. എന്നിട്ട് ഇത് പൊട്ടിത്തകർന്ന് പോട്ടെ എന്നുള്ള നിലപാടാണ്. ഈ സഖാക്കളൊക്കെ വിചാരിക്കുന്നത്, ഇവരുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് വിചാരിക്കുന്നത് യെസ് ധീര രക്തസാക്ഷി ഇത്. ഇന്നലെ ഞാനൊരു ഒരു പ്രസംഗം കേട്ടു, ഒരു സഖാവിന്റെ പ്രസംഗം കേട്ടു. കണ്ണൂരിൽ കൂത്തുപറമ്പിൽ വെടിയേറ്റ്, നട്ടെല്ലിനുള്ളിൽ ഷംനാ നാടിക്ക് നേരെ വെടിയേറ്റ്
ശരീരം കഴുത്തിന്റെ താഴോട്ട് അനങ്ങാതെ ചലിപ്പിക്കാനാവാതെ കിടന്ന ധീര പോരാളിയുണ്ട് സഖാവ് പുഷ്പൻ, അറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ട് സഖാവിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, സ്റ്റാറ്റസിൽ കണ്ടതാണ്. ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്നത്, ഈ പുഷ്പൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രസംഗിക്കുന്ന സഖാവിന്റെ പെരടി അടിച്ച് തിരിച്ചേനെ. കാരണം ഈ സ്വകാര്യ സർവകലാശാല രംഗത്ത് വരുത്തുന്ന മാറ്റങ്ങൾ നമ്മളെല്ലാം കണ്ടല്ലോ. അപ്പൊ ഈ പി ജയരാജൻ പറഞ്ഞ എന്താ, അത് പണ്ട് ഭൂമി പരന്നതാണെന്നല്ലേ നമ്മൾ വിശ്വസിച്ചത്, ഇപ്പൊ ഭൂമി എന്തായി ഈ ഗോളാകൃതിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ പുഷ്പനും സഖാക്കളും ഒക്കെ പണ്ട് ഭൂമി പരന്നതാണ് എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ പോയിട്ട് സമരം ചെയ്തത് അല്ലേ, അതല്ലേ പറഞ്ഞത്. എന്നിട്ട് ആ സഖാവിനെ വെച്ചിട്ട് ഇതാക്കി അത് കണ്ടു നിന്ന് കൈയടിക്കാൻ കുറെ അണികൾ. തിരിച്ചു ചോദിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മുഖമോർത്തി പറയാൻ ഒരു സഖാവിന് ധൈര്യമില്ല. അതാണ് കാര്യം. എന്തായാലും തരൂര് പ്രകോപിപ്പിക്കാൻ തന്നെയാണ് തയ്യാറ്, പ്രകോപനപരമായിട്ട് പ്രതികരിക്കാനാണ് യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കളും തയ്യാറാവുന്നത്. ഇതിലൂടെ തരൂർ ഉദ്ദേശിക്കുന്ന ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. അതെന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും.